Hello guys, assalamu alaikum. Welcome back to our channel nutritious lab. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ക്ലംസ് wrapന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഫുൾ ആയിട്ട് എൻ്റെ വീഡിയോ കണ്ടു നോക്കണം. അപ്പോൾ ഞാൻ ക്ലംസ് wrapനുമായിട്ട് ഞാൻ ഇവിടെ ഇളമ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കക്കയിറച്ചി അങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇളമ്പക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇളമ്പക്ക ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് ഞങ്ങൾക്ക് 3 മീഡിയം സൈസിലെ ഉള്ളി, 3 പച്ചമുളകും പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഫ്രൈ ആയി വന്ന ഇളമ്പക്കയിൽ ഞങ്ങളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞങ്ങൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞങ്ങൾക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് അരിപ്പൊടി എന്നാണ് ഇതിൻ്റെ കണക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇനി കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കുറച്ചായി ചേർത്തിട്ട് ഞങ്ങൾക്ക് മാവ് രൂപത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാലക്കായിട്ട് ഒരു 10 ഗ്രാം മല്ലിച്ചപ്പ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മസാലയിലേക്ക് നേരത്തെ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞങ്ങൾക്ക് ഇത് അടച്ച് വെക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് ചെറിയ ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചപ്പാത്തി പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിത് ചുട്ടെടുക്കാനായി ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി മസാല തന്നെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഞങ്ങൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സൂക്ഷിച്ച് മറ്റേ സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് നേരത്തെ വേവിച്ച പോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അപ്പോൾ അത് ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ റാപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള റാപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ക്ലംസ് റാപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കാം. അപ്പോൾ ഇനി കൂടുതൽ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ nutritious ലാബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടിപ്പുറത്തെ ബെല്ലൈക്കുള്ള ഓൾ ഓപ്ഷൻ കൂടെ കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.